സ്കന്ദപുരാണ തത്വസമീക്ഷാ സത്രത്തിന്റെ നോട്ടീസ് പ്രകാശനവും കൂപ്പൺ ഉദ്ഘാടനവും നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആരോ മുരളി മുൻ സെക്രട്ടറി വേണുഗോപാലിന് നോട്ടീസ് നൽകി പ്രകാശനം ചെയ്തു. തുടർന്ന് വിവി സഭ ട്രഷറർ റെജി ഓടാശ്ശേരി കൂപ്പൺ ഉദ്ഘാടനവും നിർവഹിച്ചു. മെയ് 11 മുതൽ മെയ് 18 വരെ ഗൗരീശ്വര ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ശ്രീമദ് സ്കന്ദപുരാണ തത്വസമീക്ഷാ സത്രം നടക്കുന്നത്. ബഹുമാന്യരായ ഭക്തജനങ്ങളെ, നമ്മൾ ഈ മാസം 11 മുതൽ 18 വരെ നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായാണ് നടക്കുന്നത് എന്നാണ് വിശ്വാസം. ശ്രീമദ് സ്കന്ദ പുരാണ തത്വസമീക്ഷാ സത്രം ഡോക്ടർ രാമനാഥൻ അവറുകളാണ് അത് നയിക്കുന്നത്. 7 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ നോട്ടീസും റെസീറ്റുമെല്ലാം ഇവിടെ വെച്ച് ഉദ്ഘാടനം നടത്തുകയാണ്. ഈ ആധ്യാത്മിക പരിപാടിക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബാംഗങ്ങളും, കുട്ടികൾ സഹിതം, സ്ത്രീകളും കുട്ടികളും സഹിതം, പ്രത്യേകിച്ചും ഇന്നത്തെ നിലയ്ക്ക് ഈ ആധ്യാത്മിക പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളാണ്, യുവജനങ്ങളാണ്. അവരെ ഈ ആധ്യാത്മിക പരിപാടികളോട് പങ്കെടുപ്പിച്ച് അവരുടെ സമയത്ത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള അവഗാഠമായ ഒരു പഠനവും ഒരറിവും അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. യുവതലമുറ ഇന്ന് വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചിന്തയും പ്രവർത്തനങ്ങളും ഈ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ജീവിതം നല്ല പാതയിലൂടെ നയിക്കാനുള്ള ഒരു തോന്നൽ അവർക്ക് സൃഷ്ടിക്കേണ്ടത് കാരണവന്മാരായ നമ്മുടെ പോലുള്ള ആളുകളുടെ കടമയാണ്. ക്ഷേത്ര സങ്കേതത്തിൽ ഇത്തരം യജ്ഞങ്ങൾ നടക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതിന് ഈ വർഷത്തെ കമ്മിറ്റി അതിനു വേണ്ടി മുൻകൈയെടുത്തു എന്നുള്ളതിന് അവരെ പ്രത്യേകം ഞാൻ അനുമോദിക്കുകയാണ്. സപ്താഹങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ യജ്ഞം അതല്ല. ഇത് തുടർന്ന് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ വർഷം ഇത് ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമമായതുകൊണ്ട് നമുക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ചില പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകാൻ, പക്ഷെ അതെല്ലാം പുനർവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഭംഗിയായത് നടത്തി തീർക്കാനുള്ള എല്ലാവിധ ആത്മാർത്ഥമായ സഹകരണങ്ങളും നിങ്ങളുടെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വലതുകോണിൽ പന്തൽ കെട്ടി ഇവിടെ തന്നെ വെച്ച് നടത്തിയാൽ നമുക്ക് കൂടുതൽ ഭംഗിയായിരിക്കുമെന്നാണ് ആചാര്യൻ നിർദ്ദേശിച്ചത്. ഇദ്ദേഹം ഇവിടെ വരികയും അതിന് സ്ഥാനം കാണുകയും മറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഈ പദ്ധതികളൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതിന് സാമ്പത്തികം നമുക്കൊരു വലിയ പ്രശ്നമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാമ്പത്തിക രംഗം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അത് തുറന്നു പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്കിൽ കൂടി ഇത്തരം ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഭക്തജനങ്ങളുടെ സഹായത്തോടുകൂടി, സാമ്പത്തിക സഹായത്തോടുകൂടി, എല്ലാവരുടെയും ചെറുതാണെങ്കിൽ കൂടി അതൊരു പ്രാധാന്യത്തോടു കൂടി ഇതിനോട് എല്ലാ രംഗത്തും സഹകരിച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മംഗളകരമായി ഇത് പര്യവസാനിക്കണം എന്ന് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമീക്ഷാ സത്രത്തിൻ്റെ ചെയർമാൻ്റെ കയ്യിൽ നിന്നും ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സഭാ ട്രഷറർ ശ്രീ റെജി ഓടാശ്ശേരി നിന്ന്
ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നത്. ഇനി അങ്ങോട്ടുള്ള അടുത്ത മാസം ആണ് തുടങ്ങുന്നത്. ആ 7 ദിവസങ്ങൾ ഭഗവാൻ നമ്മളോട് ഒപ്പം തന്നെ കളിയാടട്ടെ. അതിൽ നിന്ന് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആനന്ദവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിലെ നടക്കുന്ന സ്കന്ദപുരാണം സപ്താഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാനിൽ ഉണ്ടാവട്ടെ എന്നും എല്ലാ ഭക്തജനങ്ങളും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഇത് നടത്തി ഈ ദേശത്തിൻ്റെയും അതുവഴി നമ്മുടെ സമൂഹത്തിനും എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജ്ഞാനി വർദ്ധനി സഭ ചെറായി വഴി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ സ്കന്ദപുരാണ ചെറായി വിജ്ഞാനി വർദ്ധനി സഭ മലയാള വഴി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ 2025 മെയ് 11-ാം തീയതി മുതൽ 17-ാം തീയതി നടക്കുന്ന സ്കന്ദാഷ്ടി യജ്ഞം വളരെ വിജയകരമായി തീർക്കുവാൻ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ഭക്തരും ഒത്തൊരുമിച്ചുകൊണ്ട് നല്ലത് നടത്തുവാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുന്നു.